കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണയുമായി പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് ജന്തർ മന്ദറിൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് ആരംഭിക്കും. ശനിയാഴ്ചയ്ക്കകം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ ഞായറാഴ്ച അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കുമെന്നായിരുന്നു സോനം വാങ്ചുക് ജനീവയിൽ പ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേർന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളുമായി CJP വലിയ തരത്തിലുള്ള വ്യാപക പ്രതിഷേധം നടത്തുകയാണ്. ഇന്ന് സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തുകയാണ്. ഇടത് സംഘടനകളും ഈ രാജി ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൂഗിൾ കഴിഞ്ഞ ഒരാഴ്ചയായി CJP ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിലാണ്. ഈ പ്രതിഷേധം തുടങ്ങുന്ന ഘട്ടത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് ആ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ജനീവയിൽ വെച്ച് ഇത്തരത്തിൽ ഒരു അന്ത്യശാസനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കാൻ നൽകിയത്. ഈ ശനിയാഴ്ചയ്ക്കകം രാജിവെച്ചില്ലെങ്കിൽ ഞായറാഴ്ച മുതൽ താൻ ഡൽഹി ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ആ ഒരു സമയപരിധി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇന്നു മുതൽ ജന്തർ മന്ദറിൽ പ്രതിഷേധമായി നിരാഹാര സമരം ആരംഭിക്കുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരത്തിനാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് സോനം വാങ്ചുക് ജന്തർ മന്ദറിൽ എത്തും എന്നാണ് അഭിജിത് ദീപ്കെ CJP സ്ഥാപകൻ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഊർജ്ജമാണ് സോനം വാങ്ചുക്കിന്റെ വരവോടുകൂടി ഈ CJPയുടെ പ്രതിഷേധത്തിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച ആയി സമരം നടന്നു വരുന്നുണ്ട് എങ്കിലും ആദ്യ ദിനം ലഭിച്ച വലിയ ജനപിന്തുണ ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നില്ല എങ്കിലും പ്രതിഷേധം തുടരുകയായിരുന്നു. എന്നാൽ ഇന്ന് സോനം വാങ്ചുക് കൂടി എത്തുന്നതോടെ ഈ പ്രതിഷേധത്തിന് കൂടുതൽ ഊർജ്ജം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഡൽഹിയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹി പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ജന്തർ മന്ദറിന് പരിസരത്തിന് ഒപ്പം തന്നെ മറ്റിടങ്ങളിൽ കൂടി വിന്യാസം പോലീസ് ശക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ പരിശോധനകൾ അടക്കമുള്ളവ ശക്തമാക്കിയിട്ടുണ്ട് പോലീസ്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി അത് ഉണ്ടാകാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CJP. മറ്റ് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ SFI, AASF, AISA അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളും ഈ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നു വരുന്ന സമരത്തിൽ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പങ്കാളിത്തവും ഉണ്ട്. ഇന്നത്തോടെ ഈ സമരം കൂടുതൽ ഊർജം ലഭിക്കും എന്ന ഒരു കണക്കുകൂട്ടലാണ് വിദ്യാർത്ഥി സംഘടനകൾക്കെല്ലാം തന്നെയുള്ളത്. അതേസമയം ചർച്ചകൾക്ക് മറ്റുമായി സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടുമില്ല. ശരി ബൽറാം, ഏതായാലും ധർമ്മേന്ദ്ര പ്രധാന രാജി എന്ന ആവശ്യത്തിൽ നിന്ന് CJP പിന്നോട്ടില്ല. സോനം വാങ്ചുക് നിരാഹാര സമരം ഇന്ന് ആരംഭിക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. 11 മണിയോടുകൂടി നിരാഹാരം ആരംഭിക്കുമെന്നതാണ് CJP വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.